Hey guys, welcome to GJverse. This is me GJ. എൻ്റെ ചാനലിൽ ഞാൻ ഇതേവരെ സിനിമ റിവ്യൂസ്, ഫുഡ് റിവ്യൂസ് അങ്ങനത്തെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇത്തവണ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിൽ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലേ, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അങ്ങനെ ഒരുപാട് OTT പ്ലാറ്റ്ഫോംസും അത്തരം OTT പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് സിനിമകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഒരുപാട് നല്ല സിനിമയുണ്ട്. പക്ഷെ ഇത് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആരും അതിനുവേണ്ടി മെനക്കെടാറില്ല. അല്ലെങ്കിൽ അതിൽ പല സിനിമകളും നല്ലത് അറിയപ്പെടാതെ പോകാറുണ്ട്. സോ അത്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ജെംസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏത് ഭാഷയോ ആകട്ടെ, അതിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഈ ഒരു സിനിമ നിങ്ങൾ എല്ലാവരിലോട്ടും എത്തിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്ന ഒരു സിനിമ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു സീരീസ് ഓഫ് വീഡിയോസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇനി ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, ഒരു ഇൻട്രോ, ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ നമുക്കിനി നേരെ പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ 2018 ബാഫ്ത അവാർഡ്സ് സ്കോട്ടിഷ് എഡീഷനിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടിയ നായകൻ അഭിനയിച്ച സിനിമയാണ്. അദ്ദേഹത്തിന്റെ പേര് ജാക്ക് ലൗഡൻ എന്നാണ്. അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, ഭയങ്കര അഭിനയവും പരിപാടികളുള്ള സിനിമയാണ്. ദെൻ 2018 എഡിൻബർഗ് അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയ മൂവിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മൂവിയുടെ റേഞ്ച് എന്താണെന്നുള്ള. ഈ എഡിൻബർഗ് എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ് അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇനി നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. ഇതിൻ്റെ ഒരു കഥ അത് ഞാൻ ഫുള്ളായിട്ട് റിവീൽ ചെയ്യില്ല, ജസ്റ്റ് ആ ഒരു ഇൻട്രോ മാത്രം തന്ന് നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്ത് തോന്നുന്നു എന്നുള്ള ഒരു ഫീലിങ്ങിലോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. സോ എന്തായാലും ഞാൻ ആ ഒരു ഇൻട്രോ പറയാം. ഇപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താണ്? നല്ല മഴയാണ്, പലയിടത്തും നല്ല തണുപ്പും അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പലയിടത്തും. ഇവിടെ ഇവന്തോ ഞാൻ ഇരിക്കുന്നിടത്ത് കുറച്ച് ചൂടാണെങ്കിലും പൊതുവേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് തണുപ്പാണ്. അപ്പം അത്തരത്തിലൊരു തണുത്ത പ്രഭാതത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സിനിമ തുടങ്ങുന്നത്. നായകനും നായികയും കൂടെ കട്ടിലിൽ ഇങ്ങനെ കിടന്ന് ഓരോ സംഭാഷണങ്ങൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, കൊച്ചു കൊച്ചു തമാശകളും ഒക്കെ. അപ്പോൾ നായിക ഇങ്ങനെ ചോദിക്കുകയാണ്, എടാ നിനക്ക് പോകണം നിർബന്ധമാണോ? അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇത് എൻ്റെ എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ട് ഞാൻ എന്തോ ഒരു അറ്റാച്ച്ഡ് ആണ് അവനുമായിട്ടെന്ന് അറിയാലോ. മാർക്കസ് എന്നാണ് ഇവൻ്റെ കൂട്ടുകാരൻ്റെ പേര്. ഇവൻ്റെ പേര് വോഹ് എന്നാണ്, VAUGH. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി വോ എന്ന് ഞാൻ പറയും. ഓക്കെ, സോ വോയ്ക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് മാർക്കസ്. സോ മാർക്കസിനെ കാണാനായിട്ട് വോ പോവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് പോകണം എന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും അങ്ങനെ കൂടാറില്ല. ഇപ്പം ജോലിയായി, തിരക്കായി. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ജോലി കയറിയപ്പോഴത്തേക്ക് ഞാനും ഭയങ്കര തിരക്കിലായി. ഫ്രണ്ട്സിനെയൊക്കെ വല്ലപ്പോഴേ കാണാറുള്ളൂ. സോ അത്തരം ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ഒരു വോ. അവൻ പറഞ്ഞു കുഴപ്പമില്ല, അവന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ട്. അപ്പം ഭാര്യ പറഞ്ഞു, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്, എന്നാലും ഓക്കെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നീ പൊക്കോ, വലിയ ഇഷ്യൂ ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം, 4 ദിവസത്തിനകത്ത് തിരിച്ചു വരുമല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞാൽ പിന്നെ ഞാൻ 4 ദിവസത്തിനകത്ത് വരും. അപ്പോഴത്തേക്കും വെളിയിൽ ഭയങ്കരമായിട്ട് ഫോൺ അടിക്കുകയാണ്. ആരാ? നമ്മുടെ മാർക്കസ്. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഹരിഹർ നഗറിലെ ഗോവിന്ദൻകുട്ടി പറയില്ലേ, ഇനി ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഡയലോഗ് അടിച്ചു. എന്നിട്ട് ഭാര്യ പറഞ്ഞാൽ എന്തായാലും പറഞ്ഞല്ലേ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മാർക്കസിനെ കണ്ടു. രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഭയങ്കര സന്തോഷം, സ്നേഹം. എന്നിട്ട് അവർ പറയുന്നു, ഓക്കെ നമുക്ക് വിടാം. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടർലേ പോവും, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവും, അല്ലെങ്കിൽ എന്താ ഫുഡ് അടിക്കാൻ പോവും. ഇവർ പോകണം എങ്ങോട്ടാ? ഹണ്ടിങ്ങിനാണ്. സ്കോട്ട്ലാൻഡിലുള്ള ഒരു ഉൾഗ്രാമത്തിലേക്ക് ഹണ്ടിങ്ങിനാണ് പോകുന്നത്. അതിനടുത്തായിട്ട് ഒരുപാട് കാടും പരിപാടികളൊക്കെ ഉണ്ട്. ഇവർ പണ്ട് ഈ മാർക്കസിന്റെ ഒരു ബന്ധു ഹണ്ട് ചെയ്തിരുന്ന ഒരു കാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കും. ഈ മറ്റേ Airbnb പോലെ ഓൺലൈനിൽ ബുക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വിട്ട് ആ ഉൾഗ്രാമത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി അവരവരുടെ സ്റ്റേയിലെത്തും. ഇവിടെയൊക്കെ വളരെ നല്ല കളർ ടോണിലൊക്കെയാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. നല്ല നമുക്ക് ഭയങ്കര ഒരു കൂൾ ബ്രീസ് നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുന്ന പോലെ ആ ഒരു ട്രാവലൊക്കെ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് ഇവരുടെ ഇടയിലെ തമാശകളും അഡൽട്ട് ജോക്സും അതൊക്കെ പറഞ്ഞ് അവർ ആ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലെത്തിക്കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ മാനിൻ്റെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മാനിൻ്റെ തല ഇങ്ങനെ എന്താ പറയുക അവിടുത്തെ വാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതുപോലത്തെ ഐറ്റംസിനെയൊക്കെ നമുക്ക് പിടിക്കണം. നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി അവിടെ ചെന്ന് റൂമൊക്കെ സെറ്റാക്കി. എന്നിട്ട് ഇവർ പറയുന്നു രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ ബാറൊക്കെ തുറക്കും, ആ സമയത്ത് പോയി 2 എണ്ണമൊക്കെ കീച്ചിട്ട് വരാമെന്ന് പറയുന്നു. ഇവർ രാത്രി ഇറങ്ങുന്നു. അപ്പോൾ എല്ലാമായിട്ട് എൻജോയ് ചെയ്ത് അവിടെ 2 ഗേൾസുമായിട്ടൊക്കെ പരിചയപ്പെട്ട് ചെറിയ കുത്സിത പ്രവൃത്തികളും ഒക്കെ ആയിട്ട് ആ ദിവസം കഴിഞ്ഞു പോകും. പിറ്റേന്ന് രാവിലെ ഇവർ ഹണ്ടിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ തലേന്ന് രാത്രി അവിടെ കുറച്ച് പേര് പരിചയപ്പെടുന്നുണ്ട്. അതിൽ ലോഗൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെട്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഒരു ഏരിയയിലോട്ട് ഹണ്ട് ചെയ്യാൻ പോകും. അപ്പോൾ അവർ വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നന്നായിട്ട് ഹണ്ടിങ് ഒക്കെ അറിയാവുന്നവനാണെന്ന് മാർക്കസ് പറഞ്ഞു. നമ്മുടെ വോ ആണെങ്കിൽ പുതിയ ഒരാളാണ്, അവന് ഈ ഹണ്ടിങ് ഒന്നും വലിയ പിടിയില്ല. എനിവേസ് അവിടെ പോകാന്നുള്ള പറഞ്ഞിട്ട് പുള്ളി വരണ്ടെന്ന് പറഞ്ഞ് ലോഗനെ ബൈ ബൈ പറഞ്ഞ് അയച്ചു പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നേരത്തെ എഴുന്നേറ്റ് തോക്കൊക്കെ എടുത്ത് സെറ്റാക്കി
ഈ വോനാണെങ്കിൽ ഗൺ ലൈസൻസ് ഒന്നുമില്ല കേട്ടോ, മാർക്കസിന് മാത്രമേ ഗൺ ലൈസൻസ് ഉള്ളൂ. സോ ഈ ഗൺ ലൈസൻസ് ഉള്ള മാർക്കസ് 2 തോക്കുമായിട്ട് നമ്മുടെ വോനെയും കൊണ്ട് കാട്ടിലോട്ട് പോവാണ്. ഇതുവരെ എന്ന് പറയുന്നത് ഒരു സാധാരണ സിനിമ പോലെയാണ് പോകുന്നത്. സോ നമുക്കത് വേറെ എന്താ പറയുക, ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര കൂളായിട്ടുള്ളൊരു മൂഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സിനിമ അങ്ങനെ പോയിട്ട് ഇവർ നേരെ കാട്ടിനകത്തേക്ക് ഹണ്ടിങ്ങിന് വേണ്ടി പോകുന്നു. കാട് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്, ആ ഫോറസ്റ്റിനകത്തേക്ക് ഇവർ കയറുന്നു. അപ്പോൾ വോൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ നോക്കിക്കേ ദൂരെയായിട്ടൊരു മാനിനെ കണ്ടോ? കണ്ടു, ഓക്കെ സെറ്റ്, നല്ല പോലെ എയിം ചെയ്യുക, കണ്ണിങ്ങനെ വെച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ ഇതിനൊന്നും ഇതുവരെ വെടി വെച്ചിട്ടേ ഇല്ല, എനിക്ക് അതിന് കറക്റ്റായിട്ട് എയിം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതൊന്നും നോക്കണ്ട, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് കാച്ചിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്നൈപ്പർ പോലത്തെ തോക്ക അതിനകത്തൂടെ ഇങ്ങനെ നോക്കി കറക്റ്റ് എയിം ചെയ്ത് കറക്റ്റ് ആ മാൻ്റെ നേരെ വെച്ച് ഒറ്റ വെടി വെച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മാൻ അങ്ങോട്ട് കുനിഞ്ഞു. സ്വാഭാവികം വെടി മിസ്സാവും. പക്ഷെ മാൻ കുനിഞ്ഞപ്പോൾ മാൻ്റെ തൊട്ട് പിറകിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൊച്ചുകുട്ടി നിൽപ്പുണ്ടായിരുന്നു. ഈ വെടിയുണ്ട നേരെ ആ കൊച്ചുകുട്ടിയുടെ നെറ്റി തുളഞ്ഞ് കയറുന്നു, കൊച്ചുകുട്ടി അവിടെ വീഴുന്നു. ഇവർ രണ്ടുപേരും കൂടെ എന്താ സംഭവിക്കുന്നത്, എന്ത് ദൈവം എന്ത് പറ്റിയെന്നിട്ട് ആ ഒരു ടെൻഷൻ ഇവർ രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് അവിടെ പോയി നോക്കുമ്പോൾ ആ കൊച്ചുകുട്ടി തലയിൽ ഇവിടെ ഒരു ഓട്ടയായിട്ട് വെടി കൊണ്ട് അങ്ങ് കിടക്കുകയാണ്. ദൂരെ നിന്നായിട്ട് ആ കൊച്ചിൻ്റെ പേര് സാമി എന്നാണ്. സാമി എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അച്ഛൻ ദൂരെ നടന്നു വരുന്നു. ഇത്രയാണ് സിനിമയുടെ തുടക്കം. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയേ എന്താണ് പരിപാടിയിലോട്ട് പോകുന്നതെന്ന്. സോ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി സിനിമയിൽ ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട്. 1 മണിക്കൂർ 40-45 മിനിറ്റ് അടുപ്പിച്ചുള്ളൊരു സിനിമയാണ്. ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സുഖമായിട്ട് കണ്ടു തീർക്കാവുന്നൊരു സിനിമയാണ്. സോ എനിക്ക് ഈ സിനിമ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ദൃശ്യത്തിലേക്ക് പോലെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോർജ് കുട്ടിക്ക് അറിയാം ചെയ്യുന്ന തെറ്റാണെന്ന്, അതുപോലെ ഇതിൽ ഇവർക്ക് അറിയാം ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ പിന്നീട് അവർ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്ത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നു, മോറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ അതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ, അതെല്ലാം ഈ സിനിമയിലുണ്ട്. മൈൻഡിനെ ഇതേപോലെ നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാവാത്ത വിധം അത്രയ്ക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. സാധാരണ മലയാളത്തിലോ ഒന്നും കണ്ടുവരാത്തൊരു പാറ്റേണിലുള്ള വളരെ ഡയറക്റ്റ് ആയിട്ട് പക്ഷെ സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന, ഒരുപാട് ട്വിസ്റ്റും ടേണും ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഇവർ വെച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സ് മരവിക്കുന്ന ഒരു സാധനമാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആ ഒരു ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു ക്ലൈമാക്സിന് ശേഷം നമുക്കൊരു 2-3 ദിവസം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കും. എന്താണ് നടന്നതെന്നുള്ള ആ ഒരു സാധനം മനസ്സിൽ നിന്ന് പോകാതെ അങ്ങനെ നിൽക്കും. സോ അത്തരത്തിലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ ആരാലും അറിയപ്പെടാതെ ഈ നെറ്റ്ഫ്ലിക്സിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. 2018 ഇറങ്ങിയതാണ്. അന്ന് അവാർഡ്സും കിട്ടിയിരുന്നു. ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് ഓടിയെങ്കിലും ഇതൊരു തിയേറ്ററിക്കൽ റിലീസിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. സ്കോട്ട്ലാൻഡ് ആ ഒരു നാട്ടിലെ സിനിമയായതുകൊണ്ട് ഇംഗ്ലീഷ് ഇതിനകത്ത് പറയുന്നതിൽ ഒരു സ്കോട്ടിഷ് ആക്സെന്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, സബ് ടൈറ്റിൽസും അവൈലബിൾ ആണ്. സോ ഇത് നെറ്റ്ഫ്ലിക്സിനാണ് ഉള്ളത്. സിനിമയുടെ പേര് കാലിബർ എന്നാണ്, CALIBR. മാറ്റ് പാൽമറിന്റെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള കാലിബർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. സോ പ്ലീസ് ടു ചെക്ക് ഔട്ട് ദാറ്റ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത്തരം വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ വേണം. സോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ JJ സൈനിങ് ഓഫ്. ബൈ.